ഹലോ ഫ്രണ്ട്സ്, ബ്ലിസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ശിവരാത്രിയായിട്ട് കോഴിക്കോടുള്ള പുതിയമ്പലത്തിൽ, അതായത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ശിവരാത്രിൻ്റെ അന്നല്ല, തലേ ദിവസമാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ 4 ആളുമുണ്ട്. അപ്പോൾ നമുക്ക് ശിവരാത്രിൻ്റെ തലേ ദിവസത്തെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാ അമ്പലത്തിലേക്കുള്ള റോഡാണിത്. ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് തോന്നി, വേണ്ട, അവിടെ നീ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ലെങ്കിലോ, അപ്പോൾ തിരിച്ചു വരുമ്പോഴും ബുദ്ധിമുട്ടാകും ചിലപ്പോൾ. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ വണ്ടി നേരെ തിരിച്ച് ബാക്കോട്ടേക്ക് തന്നെ പോയി റോഡ് സൈഡിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ വഴി കൂടെ തന്നെ നടന്നു പോയി. അങ്ങനെ നടന്നിതാ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അത് കണ്ടില്ല, നല്ല തിരക്കാണ് ഇന്നും. അപ്പോൾ ഈ നാളത്തെ കാര്യം, ശിവരാത്രിൻ്റെ അന്നത്തെ കാര്യം പറയണ്ട, നല്ല തിരക്ക്, ഇതിലും നല്ല തിരക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. അവിടെ ഈ സ്റ്റേജിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തിരുവാതിര ഉണ്ടായിരുന്നു, കഥകളി ഉണ്ട്, പിന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെ നൃത്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ല, എന്താ നല്ല മനോഹരമായിട്ട് പൂക്കളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ചന്തയൊക്കെ ഉണ്ട്. പിന്നെ ഭരണികൾ, പലതരത്തിലുള്ള പല നിറത്തിലുള്ള ഭരണികളുണ്ട്. അങ്ങനെ കുറച്ചങ്ങനെ നടന്നപ്പോൾ ഒരു ഐസ്ക്രീം കട കണ്ട്
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നു. അപ്പോൾ ഏത് ഫ്ലേവർ വേണം ചോദിച്ചപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനായി. അപ്പോൾ അയാൾ പറഞ്ഞു ചക്ക മാങ്ങ തേങ്ങയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വലിയ മോളും തേങ്ങ പറഞ്ഞാൽ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ്. അപ്പോൾ ചെറിയ മോള് പിസ്തയാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിസ്തയും വാങ്ങി. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ചെറിയ മോളും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ കഴിച്ച് നോക്കട്ടെ പറഞ്ഞ്. അപ്പോൾ അവൾക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമായി, പിസ്ത വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എന്നാൽ പിസ്ത ഞാൻ എടുത്തോളാം, ടെൻഡർ കോക്കനട്ട് എടുത്തോ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹോട്ടലിൽ കയറി. വെജിറ്റേറിയൻ ഹോട്ടലാണ് അത്. അവിടെ അടുത്തുള്ള ഒരു ഓങ്കാര പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. ഞങ്ങൾ സ്ഥിരം പുതിയമ്പലത്ത് പോയാലും ഇവിടെയാണ് പോകാറ്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫുഡ് ഇവിടെ എത്തി. ഞങ്ങൾ മൂന്നാളും പറഞ്ഞാൽ ഞാനും മക്കളും നൂഡിൽസാണ് പറഞ്ഞത്. ലിനീഷേട്ടൻ മസാല ദോശയാണ് വാങ്ങിയത്. അപ്പോൾ ഇതാണ് വെജിറ്റേറിയൻ നൂഡിൽസ്. ഇതിൽ മഷ്റൂമുണ്ട്, പനീറുണ്ട്. അപ്പോൾ കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ കയറിയിട്ട് നൂഡിൽസ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണായിരിക്കും കഴിക്കുന്നത്. എന്തായാലും സ്പൂണും ഫോർക്കൊക്കെ വെച്ച് അങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാൻ ചോപ്സ്റ്റിക്കൊന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു അവിടുന്ന്. ഭാഗ്യത്തിന് ചോപ്സ്റ്റിക്ക് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ സ്പൂണും ഫോർക്കും വെച്ച് അങ്ങോട്ട് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞേരം പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ കഴിഞ്ഞില്ല കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ബ്ലിസ് ഫാമിലീൻ്റെ വക ഒരു നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു. അപ്പോൾ ഓക്കേ, താങ്ക് യു.